കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ മലയാള സിനിമയാണ് ഗുമസ്തൻ. കപ്പ്, ചിത്തിനി, ഗുമസ്തൻ ഇത് മൂന്നുമാണ് കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമകൾ. ഇതിൽ മറ്റേത് രണ്ട് സിനിമകൾ ഞാൻ വെള്ളിയും ശനിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഗുമസ്തൻ ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലറൊക്കെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങി, അത് അത്ര സുഖമില്ലായിരുന്നു, ഒരു സീരിയൽ ലെവലായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞ് വന്ന ട്രെയിലർ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിന് റിലീസിന് ഒരു 1 വീക്ക് മുമ്പ് തൊട്ടേ സോഷ്യൽ മീഡിയയിൽ ഫുള്ളി പെയ്ഡ് പ്രൊമോഷൻ, അതായത് പോസ്റ്റുകൾ വഴി സ്റ്റോറീസൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം പെയ്ഡ് പ്രൊമോഷൻ, ഭയങ്കര പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ളത്. കിഷ്കിന്ത കണ്ടതിന് ശേഷം സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ, മലയാളത്തിലെ അടുത്ത ത്രില്ലർ, ഗംഭീര ത്രില്ലർ എന്നൊക്കെ റിലീസിന് മുന്നേ തന്നെ, അപ്പോൾ നമുക്കത് പെയ്ഡ് പ്രൊമോ ആണെന്ന് മനസ്സിലാവും. റിലീസിന് ശേഷം അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ പോസ്റ്റുകൾ വന്നുകൊണ്ട് തന്നെ ജെന്യുവിൻ റിവ്യൂ ആണെന്ന് തോന്നിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ വന്നില്ല, ശനി ഞായറൊക്കെ ആയിട്ടാണ് 1-2 ജെന്യുവിൻ റിവ്യൂസ് കണ്ടത്. എങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് മൂവി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇന്ന് ഞാൻ സിനിമയ്ക്ക് കയറിയിട്ടുള്ളത്. സിനിമയുടെ ടൈറ്റിൽ ഗുമസ്തൻ, അത് ഭയങ്കര, സിനിമയുടെ ഫസ്റ്റ് സീനിൽ തന്നെ എന്താണ് സംഭവം, എങ്ങനെയാണ്, ആരാണ് ഗുമസ്തൻ, എന്താണ് ഈ ടൈറ്റിൽ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നൊരു തുടക്കമാണത്. അങ്ങനെ സിനിമ തുടങ്ങി. ജെയ്സ് ജോസ് അദ്ദേഹമാണ് ഇതിൽ ഗുമസ്തനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, ടൈറ്റിൽ ക്യാരക്ടർ. ഒരുപാട് സിനിമകളിൽ ഗുണ്ടാവേഷം, തല്ലുകൊള്ളി വേഷം, അത്യാവശ്യം ക്യാരക്ടർ റോൾസ് ഒക്കെ നമ്മൾ പുള്ളിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനം സിക്കാട എന്ന് പറഞ്ഞ 2 മാസം മുമ്പ് റിലീസായ സിനിമയിൽ പുള്ളിയും വൺ ഓഫ് ദ ലീഡായിരുന്നു. ടാലൻറ്റഡ് ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. പുള്ളിയാണ് ഇതിൽ ഗുമസ്തനായിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് ഓവർ മസിൽ പിടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല, പുള്ളിക്ക് ഓൾറെഡി അതിൻ്റെ ഒരു പവറും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മസിൽ പിടിക്കുന്ന കുറച്ചാൽ ബാക്കി പുള്ളി ആ ടൈറ്റിൽ ക്യാരക്ടറോട് 100% നീതി പുലർത്തി. പിന്നെ അല്ല, ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്. ദിലീഷ് പോത്തൻ, ബിബിൻ ജോർജ്, അസീസ്, സ്മിനു സിജോ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ആരെയും തന്നെ അങ്ങനെ എടുത്തു പറയണം എന്ന് തോന്നിയില്ല. ബിബിൻ ജോർജ് കമ്പാരിറ്റീവ്ലി ബാക്കി പടങ്ങൾ പുള്ളിയുടെ പ്രീവിയസ് വർക്ക്സ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഷാജു ശ്രീധർ ഒരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ തുടക്കം കണ്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ ക്യാരക്ടറായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആദ്യത്തെ കുറച്ച് സീൻസൊക്കെ. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ വളരെ ലൂസ്ലി റിട്ടേൺ, ഒരു പ്രാധാന്യം ഇല്ലാതെ ഒരു കോമഡി പീസ് ആക്കി കളഞ്ഞു. തുടക്കം കണ്ടപ്പോൾ ഞാൻ ഇതൊരു പൊളി ക്യാരക്ടറായിരിക്കും, പുള്ളിയുടെ ഒരു കരിയർ ചേഞ്ചിങ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടൈറ്റിൽ ഫസ്റ്റ് സീനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനത്തോടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈറ്റിൽ ഇല്ലെങ്കിലും ഇതൊരു ഗുമസ്തനല്ല, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന് ഒരു പെക്യുലിയാരിറ്റി ഉണ്ട്, അതൊന്നും ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പോലും ഇതിലെ ക്രൈമോ അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ പറയുന്നതിലേക്ക് നമുക്ക് ഇൻവോൾവ് ആകാം, അല്ല അതൊക്കെ നമുക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്. അത് ഇന്ന ടൈറ്റിൽ തന്നെ അല്ല ഇങ്ങനെ തന്നെ കൊണ്ടുവരണമെന്നില്ലായിരുന്നു. തുടക്കത്തിൽ ആ ഒരു സീനും ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തൊക്കെ കണ്ടപ്പോൾ കുറേ കൂടെ പ്രതീക്ഷിച്ചു. അപ്പോൾ അത് തന്നെ റൈറ്റിംഗ് ആണ് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ്. നമ്മളെ പിടിച്ചിരുന്നുണ്ട് 2.5 മണിക്കൂറിൽ നമ്മളെ മാക്സിമം പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അടിപൊളി ത്രില്ലർ സിനിമ, അല്ല നേരത്തെ ഇവർ പ്രൊമോഷൻ പറഞ്ഞ പോലെ സെൻസർ ബോർഡ് അംഗീകരിച്ച കിഷ്കിന്താണതിന് ശേഷമുള്ള മലയാളത്തിലെ അടുത്ത മൈൽ സ്റ്റോൺ, അങ്ങനെയൊന്നും പറയാൻ സംഭവമല്ല. പക്ഷേ OTT ഒക്കെ വന്നു കഴിയുമ്പോൾ കുഴപ്പമില്ല. ഈ അടുത്ത് ഞാൻ കണ്ട ഗോളം അല്ലെങ്കിൽ CID രാമചന്ദ്രൻ, ഈ 2 സിനിമകളെക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് തോന്നിയത് ഈ ഗുമസ്തൻ തന്നെയാണ്. അതിന് രണ്ടിനും OTT നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര സംഭവമായിട്ട് തോന്നാത്ത സിനിമകളാണ്. ഈ 3 ഒരേ റേഞ്ചാണ്. അതിൽ കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഗുമസ്തനാണ് തോന്നിയത്. അതല്ലാതെ അന്വേഷിപ്പിൻ കണ്ടെത്തും, തലവൻ, അങ്ങ് ആ ലെവലൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ മേക്കിംഗ് ക്വാളിറ്റി വലിയ രസമില്ല. അതിന് കാരണം ബഡ്ജറ്റ് ഇഷ്യൂ തന്നെയാണ്. അതായത് ബഡ്ജറ്റ് ഭയങ്കര പരിമിതമാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ദിലീഷ് പോത്തൻ, ബിബിൻ ജോർജ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ലിമിറ്റഡ് ആണ്. ബാക്കി പുതിയതായിട്ടുള്ള ആൾക്കാരും ഈ ജെയ്സ് ജോസും മാത്രമാണ് ഫുൾ പടം കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ റോണി ദേവ് രാജ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഈ പുതിയതായിട്ടുള്ള കുറേ പേരാണ് ഇതിൽ മെയിൻ റോൾസ്, അതായത് ഇമ്പോർട്ടൻറ്റ് റോൾസ് കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ലിമിറ്റഡ് ഇതിൽ ഇത്രയും എങ്കിലും ഒരുക്കി വെച്ച സംവിധായകൻ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, അത് തീർച്ചയാണ്. അമൽ കെ ജോബിയാണ് ഇതിൻ്റെ സംവിധായകൻ. അത് എടുത്തു പറയണം, പുള്ളി ഇനി ഉറപ്പായിട്ടും മലയാള സിനിമകൾ ചെയ്യും, അത് കൺഫേം ആണ്. മുസാഫിർ അബ്ദുള്ള പുള്ളിയാണ് ഇതിലെ പ്രൊഡ്യൂസർ, ഒരു നല്ല ഇമ്പോർട്ടൻറ്റ് റോളും ചെയ്തിട്ടുണ്ട്. കൃത്യം സീക്രട്ട് ഏജൻറ്റ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ക്ലൈമാക്സ് ആ ഒരു അടുത്തോടൊക്കെ പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ കറക്റ്റ് സീക്രട്ട് ഏജൻറ്റിനെ യൂട്യൂബിൽ നിന്ന് പുള്ളി നേരെ ഇവിടെ വന്നിരിക്കുന്നു എന്നൊരു ഫീലായിരുന്നു കിട്ടിയത്. ശബ്ദവും ഡയലോഗ് ഡെലിവറിയും ഒക്കെ ആ ഒരു മീറ്റർ തന്നെ, പുള്ളിയുടെ രണ്ടും സെയിം ആണ്. പിന്നെ ഞാൻ പറയില്ല, ഒരു തവണ നമ്മൾ കണ്ടിരിക്കേണ്ട ആ ഒരു സിനിമയാണ്. അതും തിയേറ്ററിൽ തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, OTT ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ ഇവന്മാരുടെ ഈ പെയ്ഡ് പ്രൊമോഷനൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പടം പ്രതീക്ഷിച്ച് പോയാൽ ഒരു ഇതും കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയും ഉറപ്പായിട്ടും. ഇന്നലെ തിയേറ്ററിൽ കുറേ പേര് കണ്ട റിവ്യൂസിനൊന്നും അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ പൈസ പോയെന്ന് തോന്നുന്നില്ല. ഒരു സാറ്റിസ്ഫൈങ് വായിച്ച് തന്നെയായിരുന്നു ഗുമസ്തൻ. കുറേ കൂടെ ശ്രദ്ധിക്കുമായിരുന്നു എഴുത്തിലും. പിന്നെ പ്രത്യേകിച്ച് ഈ ഗുമസ്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് ആ ടൈറ്റിൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതല്ലാതെ തന്നെ പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ ഒരു
ഒരു എന്താണ് അവിടെ അല്ല ഇവിടെ അല്ല എന്നുള്ളൊരു സംഭവം. നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ്. അത് ഇപ്പോൾ ഗ്രേ ആണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്കങ്ങനെ ഇതൊരു ഗ്രേ ആയിട്ടല്ല. ഒന്നെങ്കിൽ ഇയാൾ എക്സ്ട്രീം പോസിറ്റീവ് അല്ലെ എക്സ്ട്രീം നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യും. അതല്ല ഒരു ഗ്രേ ക്യാരക്ടറൈസേഷൻ. ഇത് ആ ഒരു മീറ്ററിന് നടുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമ്പോഴത്തേക്ക് ഇയാൾ നല്ലവനാണോ അതോ ഇയാളുടെ അന്യനായിട്ടാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടറെ, GS ജോസ് അഭിനയിച്ച ക്യാരക്ടറെ ഫീൽ ചെയ്തത്. അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ലാസ്റ്റ് പുള്ളി ഒരു കസേരയിലിരുന്ന് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ആ ഒരു എന്താണ് ആ പാട്ട്, അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ കോമഡി ആയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എഴുത്തിലെ പ്രശ്നമാണ്, പുള്ളിയുടെ ക്യാരക്ടറിന് കൊടുക്കാത്തൊരു ഡെപ്താണ്. അതാണ് ഞാൻ പറയാനുള്ളത്. ഈ സംവിധാനം ഉറപ്പായിട്ട് എടുത്ത് പടം ചെയ്യും, കാരണം അതിനുള്ള കഴിവ് പുള്ളിക്കുണ്ട്. കണ്ടൻറ്റിൽ കൊണ്ടുവന്ന സാധനം ഫുൾ എഴുത്തിലും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കിടിലനായേനെ. മേക്കിങ്ങിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അതിന് കാരണം ബഡ്ജറ്റ് പരിമിതികൾ തന്നെയാണ്. കുറേ BGM കുറേ സ്ലോ മോഷനും ഉണ്ട്. അതായത് ഈ സ്ലോ മോഷൻ ഇട്ട് വെച്ചിരിക്കുകയാണ് BGM പ്ലേസ് ചെയ്യാൻ വേണ്ടി. അതൊന്ന് കുറയ്ക്കായിരുന്നു. അത് കുറച്ചും കൂടെ ലൈവായിട്ടുള്ള സംഭവങ്ങൾ, ഇത് നമ്മുടെ സീരിയൽ അല്ലെങ്കിൽ ഇന്ത്യൻ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി കുറേ സാധനം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതല്ല സ്റ്റൈൽ. നമ്മുടെ കഥയിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് സ്റ്റൈൽ. അല്ലാതെ സ്റ്റൈലിന് വേണ്ടി നമ്മൾ കഥ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വരും. ഇവിടെ എനിക്കത് അനുഭവപ്പെട്ടായിരുന്നു. കുറേ സ്ലോ മോഷൻ. അവിടെ സ്റ്റീവൻ ദേവസിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് പോരായിരുന്നു, വളരെ ബിലോ ആവറേജ് ആയിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് മ്യൂസിക് ചെയ്തിരുന്നാൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടിയിരുന്നു. ഭയങ്കരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, എല്ലാ സീനിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു. അപ്പം അകത്തൊക്കെ എനിക്ക് ഒരു വൺ ടൈം വാച്ചായിട്ട് തോന്നിയ സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കിപ്പോൾ തിയേറ്ററിൽ പോയി കാണുമെന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം അല്ല, പക്ഷേ OTT വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നല്ലോ തോന്നും എന്നൊരു സിനിമയാണ്. ഇപ്പോൾ ഈ ആഴ്ച ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡ് ആവാറായി. അപ്പം അടുത്ത വീക്കെൻഡ് 2-3 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിനൊക്കെ ഏകദേശം ഒരേ റിവ്യൂസാണ് പൊതുവെ വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണണം, ARM കിഷ്കിന്താണ്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തായാലും ഒന്ന് കാണാൻ പറ്റും. ഇതിലെനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് സ്റ്റീഫൻ ദേവസിയുടെ BGM ആണ്. തുടക്കത്തിലെ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ ഇടയ്ക്ക് വരുന്നൊരു ബാറിലേക്ക് നമ്മുടെ ഗുമസ്ത നടന്നു കയറുന്നൊരു സീനിൽ തക 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 ഗുമസ്ത തക 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 ഗുമസ്ത, അങ്ങനത്തെ സാധനമാണ് പുള്ളി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. 2-3 ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് എല്ലാ സാധനവും ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ 2 അനിരുദ്ധൊക്കെ ചെയ്ത ഐറ്റം തന്നെ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.